അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു തആല പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു തആല പരിപൂർണമായ ശിഫയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ദാരിദ്ര്യമില്ലാത്ത ജീവിതം അല്ലാഹു അവർക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. കമന്റിലൂടെ ഒരുപാട് സഹോദരന്മാർ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ. ശത്രുതയിൽ നിന്ന് അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെയൊക്കെ അല്ലാഹു തആല ജീവിതം അല്ലാഹു സംശുദ്ധമാക്കി തരട്ടെ. ദുർചിന്തകളിൽ നിന്ന്, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും മക്കളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഈ ക്ലാസ് കാത്തിരുന്ന് കാണുന്നവർ, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സിനുടമകളായ ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ വോയിസ് ഓഫ് ജരീദ് ആലിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അതിൽ കയറി ആ നമ്പറുമായി ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യുക. ഒരുപാട് അറിവുകൾ അതിലൂടെ നമുക്ക് ലഭിക്കും. അള്ളാഹു നല്ല അറിവുകൾ നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള തൗഫീഖ് മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയം വളരെ ഉപകാരപ്രദമായ വിഷയമാണ്. വീഡിയോ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെയൊക്കെ മനസ്സ് നന്നായി കിട്ടണം, വേണ്ടേ? മനസ്സ് നന്നാവണം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ തന്നെ നന്നായി എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൽബിനെ കുറിച്ച് പറഞ്ഞത്, അല്ലേ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവനും നന്നായി. ആ മാംസകഷ്ണം എങ്ങാനും ചീത്തയായി കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവനും ചീത്തയായി പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് പോലും ഉണ്ടല്ലോ, അല്ലാഹു തആലയുടെ നോട്ടം എന്നുള്ളത് അത് ഖൽബിലേക്കാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിലേക്കോ, നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്തിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിലേക്കോ, നമ്മൾ ചെയ്ത ഹജ്ജിലേക്കോ, മറ്റുള്ളവരെ സഹായിച്ചതിലേക്കോ, പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്ന ഇതിലേക്കൊന്നുമല്ല അല്ലാഹു തആല നോക്കുന്നത്. നമ്മൾ നോക്കുന്നവിടേക്കാണ്, നമ്മുടെ ഖൽബിലേക്ക്. നമ്മൾ വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, നമ്മുടെ ശരീരം ശുദ്ധിയുണ്ടോ, ഇതൊന്നും അല്ലാഹു തആല നോക്കുന്നു. അള്ളാഹുവിന്റെ നോട്ടം എന്നുള്ളത് ഖൽബിലേക്കാണ്. ഖൽബ് നന്നായി കഴിഞ്ഞാൽ മുഴുവനും നന്നായി. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. പറഞ്ഞു വരുന്നത്, ദുഷ്ചിന്തകൾ കൊണ്ട് നടക്കുന്ന, ദുർമാർഗത്തിലൂടെ നടക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് പറഞ്ഞിരുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കമന്റിലൂടെ, ഉസ്താദെ, മക്കൾ നന്നായി കിട്ടണം, മോശം കൂട്ടുകെട്ടിലാണുള്ളത്, സ്വഭാവമൊക്കെ വളരെ മോശമായി പോവുകയാണ്, അതുപോലെ ഭർത്താവ് ദുഷിച്ച സ്വഭാവം കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന അറിവാണ് ഇന്ന് പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെയൊക്കെ മക്കൾ നല്ല മക്കളായി നടക്കുകയാണെന്ന് നമ്മളൊക്കെ വിചാരിക്കും, അല്ലേ? എന്നാൽ പാതിരാത്രിയിൽ, പ്രിയപ്പെട്ടവരെ, നിശയുടെ നിശബ്ദതയിൽ ആരും കാണാതെ നാം എല്ലാവരും രാത്രിയുടെ കരിമ്പടം പുതച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത്
രാത്രിയെ പകലുകളാക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല. അവർ പലതരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളിലായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ, നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ, നല്ല മക്കളായി കിട്ടാൻ, നമ്മൾ നന്നാവാൻ, അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നന്നാവാൻ നാം ചെയ്യേണ്ടത് നല്ലൊരു അറിവാണ്, അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒന്നുമല്ല, സഅദത്തുദ് ദാറൈൻ എന്ന കിതാബിൽ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു സലാത്ത്. ആ സലാത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആ സലാത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും ദുർചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ല. മോശമായിട്ടുള്ള ഒരു ചിന്തകളും ഒരു സ്വഭാവവും ഒരു പ്രശ്നവും അള്ളാഹു നമ്മുടെ മനസ്സിലേക്കോ കൽബിലേക്കോ ഇട്ടുതരികയില്ല. ഉറപ്പാണ്. ആ സലാത്ത് ചെല്ലാൻ നാം മനസ്സ് കാണിക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതാണ് സലാത്ത്? സലാത്ത് ഞാൻ പറഞ്ഞു തരാം. സഅദത്തുദ് ദാറൈൻ എന്ന കിതാബിൽ പഠിപ്പിച്ച സലാത്ത് ഇതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്വാഹിരിൽ മുതഹ്ഹിരി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്വാഹിരിൽ മുതഹ്ഹിരി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി അത്വാഹിരിൽ മുതഹ്ഹിരി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് സലാത്ത്. ഈ സലാത്ത് നാം പതിവാക്കുക. എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്രയും ചൊല്ലുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അത് 11 പ്രാവശ്യമാവാം, 21 പ്രാവശ്യമാവാം, 33 പ്രാവശ്യമാവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എപ്പോൾ ചെല്ലണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നല്ല മനസാന്നിധ്യത്തോടുകൂടെ വൃത്തിയുള്ള സ്ഥലത്തിൽ നല്ല ശുദ്ധിയോടുകൂടെ നല്ല സുഖം നമുക്ക് ഉപയോഗിച്ച് നല്ല മനസാന്നിധ്യത്തോടുകൂടി ഖിലാസോടുകൂടെ ഇരുന്ന് നല്ല നിയ്യത്തൊക്കെ വെച്ച് ഈ സ്വലാത്ത് ചൊല്ലി പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് 11 പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ, 33 പ്രാവശ്യം കഴിയുമ്പോൾ അങ്ങനെ, 21 പ്രാവശ്യം കഴിയുമ്പോൾ അങ്ങനെ. അതിൽ കൂടുതൽ നിങ്ങൾ ചൊല്ലാൻ കഴിയുമ്പോൾ ചൊല്ലാൻ കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എത്ര വേണമെങ്കിലും ചൊല്ലാം. ചൊല്ലി പടച്ചറബിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ അത്തരം ദുശ്ചിന്തകളും ദുർനടപ്പുകളും അതുപോലെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർ ആരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോ അവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അവർക്കൊക്കെ വേണ്ടി നാം ദുആ ചെയ്യുക. ചൊല്ലിയിട്ട് അവിടേക്ക് ആരാണോ അങ്ങനെ നടക്കുന്നത് അവർക്ക് പേരിൽ പറഞ്ഞ് പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടും, മോചനം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലം ലഭിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കും പറഞ്ഞിരുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നന്നാക്കി തരട്ടെ. നമ്മുടെ സ്വഭാവങ്ങൾ അള്ളാഹു തല നന്നാക്കി തരട്ടെ. കൽബ് അള്ളാഹു നന്നാക്കട്ടെ. നമ്മുടെ കൽബിൽ അള്ളാഹു താല ഈമാൻ നിലനിർത്തി തരട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലി അള്ളാഹു താല ഖൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകൾ അള്ളാഹു താല അടുപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു താല നന്നാക്കി തരട്ടെ. നല്ല ആരോഗ്യമുള്ള ഖുവ്വത്തുള്ള സിഹത്തുള്ള മാതാപിതാക്കൾ കണ്ണിന് കുളിർമ നൽകുന്ന പൊന്നു മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളേക്ക് വളർത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. കമന്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയൊക്കെ ആവശ്യങ്ങൾ അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരം അള്ളാഹു നമുക്കൊക്കെ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.